അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗായിക KS ചിത്രയും ഗായകൻ സൂരജ് സന്തോഷും നടത്തിയ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചയാകുന്നത്. ഈ പ്രതിഷ്ഠാ ദിനം നടക്കുന്ന ദിവസം, അതായത് ജനുവരി 22-ന് അന്നേ ദിവസം എല്ലാവരും വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണമെന്നായിരുന്നു KS ചിത്ര പറഞ്ഞത്. 5 തിരിയുള്ള വിളക്ക്, അതുപോലെ രാമനാമം ജപിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ KS ചിത്ര പറയുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് സൂരജ് സന്തോഷ് രംഗത്തെത്തുന്നു. ചിത്രയെ പോലെയുള്ള കപട മുഖങ്ങൾ ഇനിയും ഒട്ടേറെ അഴിഞ്ഞു വീഴാനുണ്ടെന്നാണ് സൂരജ് സന്തോഷ് വിമർശിച്ചത്. ഇപ്പോൾ രണ്ടുപേരും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും പറഞ്ഞതിൽ മാറ്റമില്ല, ഉറച്ചു നിൽക്കുന്നു എന്നാണ് സൂരജ് സന്തോഷിന്റെ പ്രതികരണം. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദാവ് സാർ, പാട്ടുകാരും വ്യക്തികളാണ്, അവർക്കും അഭിപ്രായം പറയാം. അതിലെന്താണ് തെറ്റ്? അല്ല, ഇത് അഭിപ്രായം പറയാം. എല്ലാവർക്കും അഭിപ്രായം, ഓരോരോ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകണം. അതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഇതിലുണ്ടായ വിഷയം എന്താണെന്ന് വെച്ചാൽ, KS ചിത്രയുടെ അഭിപ്രായം പറയുകയല്ല ചെയ്യുന്നത്, അവരൊരു ആഹ്വാനം നടത്തുകയാണ് ചെയ്യുന്നത്. 12:30 അല്ലേ, 12:30 നാമം ജപിക്കണം. 5:30 5 തിരിയുള്ള വിളക്ക്, 5:30 5 തിരിയുള്ള വിളക്ക് കത്തിക്കുകയും വേണം. അവർ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ആഹ്വാനം നടത്തുകയാണ്. അങ്ങനെ ആഹ്വാനം നടത്താനുള്ള സ്വാതന്ത്ര്യം നിശ്ചയമായി അവർക്കുണ്ട്. ആ ആഹ്വാനം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ആർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു പൊട്ട ആഹ്വാനമാണ്, ഇത് ശരിയല്ലാത്ത ആഹ്വാനമാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സൂരജ് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയിലാണല്ലോ അത് വന്നിരിക്കുന്നത്. അത് പുള്ളി എഴുതിയിരിക്കുന്നത് ഇത്രയാണ്: ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കത ആണ്. വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി. എത്ര KS ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു. കഷ്ടം, പരമകഷ്ടം. ഇതാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇത് എഴുതാനുള്ള അവകാശവും ഉണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂരജിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ആക്രമണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PFI ഏജൻ്റാണ്, PFIയുടെ ചാരനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വരുന്നു. വ്യക്തിപരമായി അദ്ദേഹത്തെ കടന്നാക്രമിച്ചുകൊണ്ട് നിശ്ചയമായി KS ചിത്രക്കെതിരെയും വിമർശനമുണ്ട്. പക്ഷേ KS ചിത്രക്കെതിരെ ഈ നിലക്കുള്ള വ്യക്തിപരമായ എന്തെങ്കിലും ആക്രമണം, അവരെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന സ്വഭാവത്തിലുള്ള എന്തെങ്കിലും കുറിപ്പുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവർ പറഞ്ഞത് ശരിയല്ല. ചരിത്ര നിരാസമാണത്. അതാണ് ഏറ്റവും പ്രധാനം. ചരിത്ര നിരാസമാണ്. ചിത്രക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഹാഷ്ടാഗ് ഇട്ട് ചില ചാനലുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതെ, ആ ഫീൽഡ് പിന്തുണയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനം KS ചിത്ര ഇത് പറയരുതെന്നോ അല്ലെങ്കിൽ KS ചിത്ര കുഴപ്പക്കാരിയാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. KS ചിത്ര എന്താ പറഞ്ഞിരിക്കുന്നത്? 12:30 നാമം ചൊല്ലാനും 5:30 5 തിരിയുള്ള വിളക്ക് വെക്കാനും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ കാര്യത്തിലാണ്? ഒരു പള്ളി പൊളിച്ചിട്ട് പണിയാൻ പോകുന്ന ഒരു ക്ഷേത്രം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. പള്ളി പൊളിച്ചത് മാത്രമല്ല, പള്ളി പൊളിച്ചതിനെ തുടർന്ന് രാജ്യം ഒട്ടാകെ കത്തിച്ചാമ്പലായതാണ്. ഒരുപാട് പേരുടെ ജീവൻ എടുത്തു. ബോംബെയിൽ മാത്രം 900 മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. 92 ഡിസംബർ 93 ജനുവരി മാസങ്ങളായിട്ട്. അതിനെക്കുറിച്ച് ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ഇത് സംഘടിപ്പിക്കപ്പെട്ട, ശിവസേന സംഘടിപ്പിച്ച കലാപമാണെന്നാണ് ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദീർഘമായൊരു ചരിത്രമുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട്. അതിന് മുമ്പ് നടന്നുള്ള രഥയാത്രകളുണ്ട്. രഥയാത്രയും പോകുന്നിടത്തെല്ലാം, അന്ന് രഥയാത്രയുടെ കോർഡിനേറ്ററായിരുന്ന ആളാണെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കണം. പോകുന്നിടത്തെല്ലാം കലാപമായിരുന്നു. ഈ രഥയാത്ര എവിടെയൊക്കെ പോയാൽ അവിടെയെല്ലാം കലാപവും വെടിവെപ്പും തീവെപ്പും അടിയും പിടിയും ബഹളമായിരുന്നു. ഇങ്ങനെ ദീർഘമായ ഒരു ചരിത്രം ഇതിൻ്റെ പിറകിലുണ്ട്. അമ്പലം പണിയുകയോ നാമം ജപിക്കുകയോ വിളക്ക് വെക്കുകയോ എന്തോ ചെയ്തോട്ടെ, പക്ഷേ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് ഒരാൾക്ക് ഓർക്കാൻ അവകാശമില്ലേ? അത് ഓർമ്മിപ്പിക്കാൻ അവകാശമില്ലേ? അത് ഓർക്കാതെ നിങ്ങൾ ഈ പറയുന്നത് ചരിത്ര നിരാസമാണ് എന്ന് പറയാൻ അവകാശമില്ലേ? അപ്പോൾ അത് പറഞ്ഞതിൻ്റെ പേരിൽ ഈ ചെറുപ്പക്കാരനെതിരെ ബഹളം ഉണ്ടാക്കുകയാണ്. പക്ഷെ ഞാനതിൽ കാണുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരിക്കും സൂരജ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ, തീവ്രമായ ഓർമ്മയിൽ അതില്ല. പക്ഷേ
അങ്ങനെ ആയിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മയെയോ ബോധത്തെയോ ഇപ്പോൾ എനിക്ക് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന ദിവസം ശരിക്കും നല്ല ഓർമ്മയാണ്. കാരണം എൻ്റെ പെങ്ങളുടെ വിവാഹം നടക്കുന്ന ദിവസമാണ്. വിവാഹ പരിപാടികളൊക്കെ മുടങ്ങിപ്പോയതാണ്. ആകെ അലങ്കോലമായി. ഡിസംബർ 6 രാത്രി നാദാപുരത്തൊരു വിവാഹം നടക്കുകയെന്നൊന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ലോകം മൊത്തം ബാബരി മസ്ജിദ് മറക്കണമെന്ന് പറഞ്ഞാലും എനിക്കത് മറക്കും. അങ്ങനത്തെ ഒരു ഓരോ ആൾക്കും ആ ഘട്ടത്തിൽ കൗമാരത്തിലുണ്ടായിരുന്ന ഓരോ ആൾക്കും വലിയ ഓർമ്മകളുണ്ടാവും. പക്ഷേ സൂര്യനെ സംബന്ധിച്ച് അങ്ങനെ ഓർമ്മ പോലും ഇല്ലാത്ത കുഞ്ഞു പ്രായത്തിലാണ് പള്ളിപ്പൊളി സംഭവിക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ ബോധം ഇപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയിലില്ലാത്തൊരു സംഭവമായിട്ടും അതേക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നു എന്ന് മാത്രമല്ല, ഇത്രയും അധികം വിമർശനങ്ങളും സൈബർ അറ്റാക്കും പിന്നെ തീവ്രവാദി വിളിയുമെല്ലാം വന്നതിന് ശേഷവും പറഞ്ഞ കാര്യത്തിൽ കൃത്യതയോടുകൂടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സല്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് മ്യൂസിക് ബാൻഡൊക്കെ ഉള്ള ആളായിരിക്കുമല്ലോ, കണക്കുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ ഇ ഡി വരും. യെസ്, അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും താൻ അതിനെ ധൈര്യപൂർവ്വം നേരിടുമെന്നാണ് സൂരജ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കേസ് ചിത്ര പറഞ്ഞതിലെ ആ പ്രശ്നം, അത് കേസ് ചിത്രയ്ക്കോ ചിത്രയെ പിന്തുണയ്ക്കുന്നവരോ ഇപ്പോഴും ആ ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ചിത്രയെ പിന്തുണയ്ച്ച ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് നമ്മൾ കണ്ടത് വേണുഗോപാലിനെയാണ്. വേണുഗോപാൽ ചോദിക്കുന്നത് ചിത്രയോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്നാണ്. വേണുഗോപാലിന് തന്നെ ഒരു ധാരണയുണ്ട് ചിത്ര എന്തോ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട്, നമ്മൾ ക്ഷമിക്കേണ്ട സംഗതിയാണ്. അത് വേണുഗോപാലിൻ്റെ പോസ്റ്റിൻ്റെ അവസാനം അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ചിത്ര ഒരു ഗായികയാണ്, സംഗീത സബരിയാണ് അവരുടെ ജീവിതം, അവരാളുകളെ കൊന്ന് ചോരക്കി അധികാരസ്ഥാനത്തെത്തിയ ആളല്ല എന്നെങ്കിലും നമ്മൾ ഓർക്കേണ്ടതെന്നാണ്. ഒരുപാട് മെസ്സേജുള്ള സംഗതിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പിന്തുണയ്ക്കുന്നവർക്ക് പോലും ചിത്ര ഒരു അബദ്ധം ചെയ്തു, ഒരു അതിക്രിയ ചെയ്തു എന്ന ഉള്ളിൽ ബോധമുള്ള ആൾക്കാരാണ്. ഇതിനകത്തൊരു പ്രധാന സംഗതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന സംവിധാനത്തെ ആകെ തന്നെ ഒരു മതരാഷ്ട്ര ചിന്ത പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ കലാമേഖലയിലുള്ള മുഴുവൻ മനുഷ്യരും ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ പുൽകാനുള്ള അവരുടെ അഭിപ്രായം തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത കാലം അല്ലേ? കൂടുതൽ ആളുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ നിന്നൊക്കെ നോക്കിയാൽ കൂടുതൽ ആളുകൾ വന്നിട്ട് ഞങ്ങളുടെ ഈ സംഘപരിവാർ സ്നേഹം തുറന്നു പറയുകയാണ്, പൊളിറ്റിക്സ് പ്രഖ്യാപിക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ മതനിരപേക്ഷത ഉള്ളിലുള്ളവർക്ക് പോലും അത് പറയാൻ ഈ വലതുപക്ഷ വെട്ടുകിളി കൂട്ടങ്ങളെ, EDയെ, ഈ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഭീമാകാര രൂപത്തെ പേടിച്ചിട്ട് പറയാൻ കഴിയാതിരിക്കുന്ന ഒരു കാലത്ത് ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഈ മേഖലയിൽ താരതമ്യേന ബിഗിനറായ ഒരാൾ, ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ഗായകൻ വന്നിട്ട് ചിത്ര ഈ പറഞ്ഞത് ചരിത്ര നിഷേധമാണെന്നും ഇത് വിദ്വേഷ രാഷ്ട്രീയത്തോടുള്ള പിന്തുണയാണെന്നും പറയുന്നുവെന്നാണ് ഏറ്റവും വലിയ സമാശ്വാസം. അങ്ങനെ ചോദ്യം ചോദിക്കാൻ, അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ നമ്മുടെ കേരളം ഇപ്പോഴും ബാക്കിയുണ്ടെന്നുള്ളതാണ് നമ്മുടെ അവശേഷിക്കുന്ന സൗഭാഗ്യങ്ങളിലൊന്ന് എന്ന് ഞാൻ പറയും. കാരണം എന്താണ്, നേരത്തെ ദൗസായി പറഞ്ഞ പോലെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി പറയല്ല, മറിച്ച് എന്താണ്, അവരെല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ 10-40 വർഷം കൊണ്ട് അവർ സംഗീതത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടല്ലോ, സാമൂഹിക മൂലധനം, അവരതിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിനുപയോഗിക്കുന്നത് സംഘപരിവാറിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു, അതായത് 4 ശങ്കരാചാര്യന്മാർ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥാനീയർ, അവർ പറയാണ് ഇത് ആചാരമല്ല, ഇത് ആചാരത്തിൻ്റെ ലംഘനമാണ്, ഇത് ദൈവത്തിനെതിരായിട്ടുള്ള കലാപമാണ്, ഇതൊരു വ്യക്തിയുടെ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ഒന്നാണ്, ഇതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ജെനുവിൻ വിശ്വാസികൾക്ക് അവർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ, ഈ രാഷ്ട്രീയ പ്രൊപ്പഗൻഡ? അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് മോദിയുടെ പ്രൊപ്പഗൻഡയെ പിന്തുണയ്ക്കണമെന്ന് തോന്നുന്ന ആൾക്കാരെ വിമർശിക്കാൻ ആളുകൾ ഇപ്പോഴും ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ അതുകൊണ്ട് അയാൾ എന്തോ അപരാധം ചെയ്തു എന്ന് പറയാൻ അയാളുടെ പോസ്റ്റ് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. അയാൾ എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്തു, അതിൻ്റെ പിന്നാലെ വേറെ ആളുകൾ തെറ്റ് ചെയ്തു എന്നൊക്കെയാണ്. ഞാൻ കണ്ടില്ല കേട്ടോ സീരിയസ്ലി ചിത്രയെക്കുറിച്ച് അവരുടെ പാട്ടുകളിൽ എന്ന് പറയുന്നവരെയോ, അല്ലെങ്കിൽ അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവരെയോ, അവരുടെ മതത്തെ ആക്ഷേപിക്കുന്നവരെയോ, അവരുടെ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന ആരെയും നമ്മൾ കണ്ടില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ പേരിൽ വിദ്വേഷ രാഷ്ട്രീയത്തെ ഒളിച്ചു കിടത്താനുള്ള ഏർപ്പാട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഈ ആളുകൾ പലതരത്തിലുള്ള കമൻസാണ് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ പറയുന്നവരെ എല്ലാം നമ്മൾ സംഖ്യയാക്കണോ, ഇങ്ങനെ പറയുന്നവരെ എല്ലാം കള്ളികളിൽ ഒതുക്കണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നത്. കാരണം എന്താണ്, വിദ്വേഷത്തിൻ്റെ വഴിയിലേക്ക് ചായുന്നവരെ അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയത്തിന് പിന്തുണ കൊടുക്കുന്നവരെ ഞങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കും, ഞങ്ങൾ ഓഡിറ്റ് ചെയ്യും, ഓരോ ഇഞ്ചും ഞങ്ങൾ ഓഡിറ്റ് ചെയ്യുകയും ചോദ്യം ചോദിക്കുകയും വിമർശിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു തലമുറ ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അത് എല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയുക ഒരു വഴിവിളക്കാണെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് സൂരജ് സന്തോഷ് നിശ്ചയമായും പിന്തുണയ്ക്കപ്പെടേണ്ട ആളാണ്. അയാൾ ഒരു വിദ്വേഷവും പറഞ്ഞിട്ടില്ല, ആരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുമില്ല. അയാൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഗസ വാറിൻ്റെ സമയത്ത്
എം സ്വരാജ് എന്താണോ ഓർമ്മിപ്പിച്ചത് ആ നിലയ്ക്ക് സൂരജ് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും കൂടി കൈകൊട്ടി കൊടുക്കേണ്ട ഏർപ്പാടല്ല ഇത് ഒരു മസ്ജിദ് പൊളിച്ച സ്ഥലത്തുണ്ടാക്കുന്ന ക്ഷേത്രമാണ്. ആ മസ്ജിദ് ഏതെങ്കിലും നോൺ മുസ്ലിം സ്ട്രക്ചർ തകർത്തുണ്ടാക്കിയതിനൊരു തെളിവുമില്ല എന്ന് കോടതി വിധിയുള്ള ചരിത്രമാണ്. ആ കോടതി വിധി എന്താ പറയുന്നത്? ഈ മസ്ജിദ് പണിതത് ഏതെങ്കിലും മറ്റ് സ്ട്രക്ചറുകൾ തകർത്തതിന് ശേഷമല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ കോടതി വിധിയെയാണ് സൂരജ് ഓർമ്മിപ്പിക്കുന്നത്. 4.5 നൂറ്റാണ്ട് കാലം വേറൊരു വിഭാഗം ആളുകൾ ആരാധന നിർവഹിച്ചിരുന്ന ഒരു സ്ട്രക്ചർ പൊളിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനകത്തുള്ളത് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഓർമ്മിപ്പിക്കാൻ നമ്മുടെ കലാമേഖലയിൽ ആളുകൾ ജീവിച്ചിരിക്കുന്നു. രാഷ്ട്രീയം കൂടി പറയുമ്പോഴാണ് കല എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊരു സാമൂഹിക ദൗത്യമാണല്ലോ, അത് പൂർണ്ണമാവുക. ആ നിലയ്ക്ക് തുടക്കത്തിലെ തൻ്റെ ദൗത്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിലേക്ക് സഞ്ചരിക്കുകയാണ് സൂരജ്. അപ്പോൾ ആ നിലയ്ക്ക് അയാളുടെ ഹാറ്റ്സ് ഓഫ് പറഞ്ഞു. യെസ്, എന്തായാലും അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച് എങ്ങനെയാണ് ആ രാമക്ഷേത്രം ഉണ്ടായത് എന്നത്, അതിന് പിന്നിലെ ചരിത്രം ഏവരും വായിക്കേണ്ടത് തന്നെയാണ്, മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതറിയാതെയുള്ള ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ തീർച്ചയായും അത് ചരിത്ര നിഷേധമായി തന്നെ വിലയിരുത്തും.